Hello, welcome to Madia Classes. Chapter 4 Growing Up with Nature ആണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ആദ്യ ഭാഗം പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരാം. ലാസ്റ്റ് വീഡിയോയിൽ സ്റ്റോപ്പ് ചെയ്ത് അതേ സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. Reena and Amit got ready for the celebrations. Their grandfather took out a bottle of liquid from a box. This is a mixture made with neem oil. If you rub it on your hands and feet, the mosquitoes will not bite you. അവര് സെലിബ്രേഷന് പോവാൻ നിൽക്കുന്ന സമയത്ത് ദാദാജി അവരുടെ വീട്ടിൽ നിന്ന് ഒരു ബോക്സിൽ നിന്ന് ഒരു മിക്സ്ചർ അവർക്ക് എടുത്തു കൊടുക്കുകയാണ്. ഒരു ബോട്ടിലിൽ എന്തോ ഒരു മരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് നീം ഓയിൽ ഉപയോഗിച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു മിക്സ്ചർ ആണ്. ഇത് നിങ്ങളുടെ കയ്യിലും കാലിലും ഒക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മൊസ്കിറ്റോസ് കടിക്കില്ല. അപ്പൊ ആ ബോക്സ് കണ്ടിട്ട് റീന ചോദിക്കുക, Dadaji, is it a first aid box? I have also prepared a first aid box. We keep some medicines and mosquito repellent cream in it bought from the market. ഞങ്ങളും വീട്ടിൽ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതില് കുറച്ച് മെഡിസിൻസും മൊസ്കിറ്റോ റിപ്പലന്റ് ക്രീമും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് റീന പറയാം. എന്തെങ്കിലും അപകടം വരുന്ന സമയത്ത് പെട്ടെന്ന് ആദ്യം തന്നെ നമുക്ക് ആ ഒരു മുറിവ് വൃത്തിയാക്കി അല്ലെങ്കിൽ അതിനെ ഇനീഷ്യൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എയ്ഡ് ആണ്. അതാണ് ഫസ്റ്റ് എയ്ഡ്. പെട്ടെന്ന് ഒരു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൽ കുറച്ച് ആന്റിസെപ്റ്റിക് ക്രീം ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് അത് വലിയ മുറിവാണെങ്കിൽ നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നത്. എന്തെങ്കിലും ഒരു മുറിവ് പറ്റിയാലോ അപകടം പറ്റിയാലോ ആദ്യമായി നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതാണ് ഫസ്റ്റ് എയ്ഡ്. അതിനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ബോക്സ് ആണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്. Discuss with the elders in your family and write the names of the plant, its parts and its uses in the table given below. ഇവിടെ നീം ഓയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മസ്കിറ്റോ കടിക്കില്ല എന്ന് ദാദാജി പറഞ്ഞില്ലേ? അതുപോലെ വേറെ എന്തൊക്കെ പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇന്ത്യൻ ബേസിൽ അല്ലെങ്കിൽ തുളസി, അതിന്റെ പാർട്ട് ഓഫ് ദ പ്ലാന്റ്, ഏത് പാർട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ലീവ്സ് ആണ്. ഇനി അതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാ? അതിന് പലതരം ഉപയോഗങ്ങളുണ്ട്. നമുക്കിവിടെ നോക്കാൻ പറ്റുന്ന എക്സാമ്പിൾ, യൂസ്ഡ് ടു ട്രീറ്റ് കഫ് ആൻഡ് കോൾഡ്. നമ്മൾ അത് വെള്ളത്തിലിട്ടിട്ട് ആവി പിടിക്കാറുണ്ട്, സ്റ്റീം ചെയ്യാറുണ്ട് അല്ലേ? ഇനി ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിലിട്ടിട്ട്, ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ട് കുടിക്കാറുണ്ട്. അങ്ങനെ പല പല കാര്യത്തിനും മെഡിസിൻ ആയിട്ട് തുളസി ഉപയോഗിക്കും. ഇനി കാരോം സീഡ്സ്, അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം എന്നൊക്കെ പറയും. അതിന്റെ ഏത് ഭാഗമാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ സീഡ്സ് ആണ്. അത് വയറിനൊക്കെ എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ അതിനു വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നീമിന്റെ ഇലകൾ ഉപയോഗിക്കും. യൂസ് ടു ട്രീറ്റ് സ്കിൻ ഇൻഫെക്ഷൻസ് ആൻഡ് കീപ് ഇൻസെക്ട്സ് അവേ. നേരത്തെ പറഞ്ഞതുപോലെ നീം ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇൻസെക്ട്സ് ഒക്കെ മാറി നിൽക്കും. അതുപോലെ തന്നെ എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസിനൊക്കെ നീം ബെസ്റ്റ് മരുന്നാണ്. ടേമറിക്, അതിന്റെ സ്റ്റെം ആണ്, അതിന്റെ മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ആ ഭാഗം, അത് ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് മുറിവ് ഉണക്കാനൊക്കെ ഉപയോഗിക്കും. ഇനി അലോവേരയും ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ്. അതിന്റെ ലീവ്സ് ആണ് ഉപയോഗിക്കുക. അതും സ്കിൻ കെയറിനും പിന്നെ അത് കഴിക്കാൻ വയറിനൊക്കെ അസുഖത്തിനും ഒക്കെ ഉപയോഗിക്കും. ഇതിന്റെയൊക്കെ ചിത്രങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യൻ ബേസിൽ അല്ലെങ്കിൽ തുളസി, പിന്നെ അയമോദകം, നീം ലീവ്സ്, ടേമറിക്, അലോവേര. ഓക്കെ. വാട്ട് തിങ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ ഫസ്റ്റ് എയ്ഡ് ബോക്സ്? നമ്മൾ മുമ്പ് ഫസ്റ്റ് എയ്ഡ് ബോക്സിനെ പറ്റി പറഞ്ഞില്ലേ? ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ സാധാരണയായിട്ട് കാണുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? നമുക്കൊന്ന് നോക്കാം. ബാൻഡേഡ്സ് ഉണ്ടാവാം, പിന്നെ സ്റ്റെറൈൽ ഗൂസ് ഉണ്ടാവാം, കോട്ടൺ ഉണ്ടാവാം, ഇനി ആന്റിസെപ്റ്റിക് ലോഷൻ ഉണ്ടാവാം, ആന്റിസെപ്റ്റിക് ക്രീം, സിസേഴ്സ്, പിന്നെ ട്യൂസേഴ്സ് അല്ലെങ്കിൽ സേഫ്റ്റി പിൻസ്, തെർമോമീറ്റർ, അത്യാവശ്യമായിട്ടുള്ള മരുന്നുകൾ, പനിയുടെ മരുന്നോ അല്ലെങ്കിൽ പെയിൻ റിലീഫ് മെഡിസിൻസോ, അങ്ങനെ കുറച്ച് മെഡിസിൻസ് ഉണ്ടാവാം. പിന്നെ ഡിസ്പോസിബിൾ ഗ്ലൗസ്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടാവാം. ഇതല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതെന്നെ കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, വൈ ഡു യു തിങ്ക് പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇഫ് സംവൺ ഗെറ്റ് ഇഞ്ചേർഡ്? എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞു.
എന്തുകൊണ്ടാണ് ആ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് എയ്ഡ് gives immediate care to an injured person. It helps stop bleeding, prevents infection, reduces pain, and can prevent the injury from becoming worse until medical help arrives. ഒരാൾക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ ആദ്യം തന്നെ ആ മുറിവൊക്കെ കെട്ടി അതിൽ നല്ല ആന്റിസെപ്റ്റിക് ക്രീം ഒക്കെ വെച്ചിട്ട് വേണം അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ. ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുന്ന അത്രയും വഴിയിൽ ഈ ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ, അത് അയാളുടെ ഹെൽത്തിനെ വേഴ്സൺ ആക്കില്ലേ. അതുപോലെ ചില മുറികളൊക്കെ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ ഇൻഫെക്ഷൻ ആയിട്ട് കൂടുതൽ പ്രശ്നം വഷളാവും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ എന്തൊരു അസുഖം വന്നു കഴിഞ്ഞാലും ആദ്യം തന്നെ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് എടുക്കാൻ ശ്രദ്ധിക്കുക. Sparkling light, happy life. In the evening, the whole village was lit up with colored lights. ഈവനിങ് ആയപ്പോഴേക്ക് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ റെഡിയായി, ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട്. എവ്രി വൺ ഗാദേർഡ് ഇൻ എ ബിഗ് ഫീൽഡ്. വലിയൊരു പാടത്ത് എല്ലാവരും കൂടി ചേർന്നു. പീപ്പിൾ വെയർ വിയറിംഗ് ട്രഡീഷണൽ ക്ലോത്ത്സ് ആൻഡ് ജുവൽസ്. ട്രഡീഷണൽ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആ നാടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പൊ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഓണം സെലിബ്രേറ്റ് ചെയ്യുമ്പോഴൊക്കെ ആളുകൾ സെറ്റ് സാരി ഒക്കെ ഇടുന്നത് കണ്ടില്ലേ? അപ്പൊ അത് ഒരു ട്രഡീഷണൽ വെയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ട്രഡീഷണൽ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ആഭരണങ്ങളും ഒക്കെ ഇട്ട് റെഡി ആയിരിക്കുകയാണ്. ബിഫോർ ദ ഫെസ്റ്റിവൽ സ്റ്റാർട്ടഡ്, പ്രേയേഴ്സ് വെയർ ഓഫേർഡ് ടു ദ ഗോഡ് ആൻഡ് മദർ നേച്ചർ. ആഘോഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിനെയും പിന്നെ മദർ നേച്ചറിനെയും ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. The sound of the dhol and nagada filled in the air. ധോൽ, ഇതുപോലെയുള്ള ഡ്രമ്മിന്റെയും കൊട്ടിന്റെയും ശബ്ദമൊക്കെ അങ്ങനെ പ്രകൃതിയിൽ അലിഞ്ഞു ചേരുകയാണ്, ഉയർന്നു കേൾക്കുകയാണ്. വൈബ്രന്റ് ബീറ്റ്സ് മെയ്ഡ് എവ്രി വൺ ടാപ്പ് ദെയർ ഫീറ്റ് ഇൻ സെലിബ്രേഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു ഉത്സവത്തിന് പോവാണ്, അവിടെ നല്ല ഈണത്തിൽ ഉറക്ക പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ, നിങ്ങൾ അറിയാതെ അതിന്റെ കൂടെ നൃത്തം ചെയ്തു പോകും. അതുപോലെ അമിത് ആൻഡ് റീന ഓൾസോ ജോയിൻഡ് ദം ആൻഡ് എൻജോയ്ഡ് ദ ട്രഡീഷണൽ ഡാൻസ്. അമിതും റീനയും അവരുടെ കൂടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. ആക്ടിവിറ്റി 6. ഫൈൻഡ് ഔട്ട് ദ ട്രഡീഷണൽ ഡാൻസസ് ആൻഡ് സോങ്സ് ഇൻ യുവർ റീജിയൻ. ഇത് നിങ്ങൾ സ്വന്തമായി ചെയ്യണം. നിങ്ങളുടെ റീജിയനിൽ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത്, നമ്മുടെ സ്റ്റേറ്റിലൊക്കെയുള്ള ട്രഡീഷണൽ ഡാൻസസും സോങ്സും ഒക്കെ ഏതാന്ന് കണ്ടുപിടിക്കുക. Perform a traditional dance with the help of your classmates and teachers for the annual day of your school. അപ്പൊ നെക്സ്റ്റ് ആനുവൽ ഡേ ഫംഗ്ഷന് നിങ്ങളും ഇതുപോലെയുള്ള ഒരു പരിപാടി അവതരിപ്പിക്കാൻ ശ്രമിക്കുക. Discuss. Imagine if there is no light in your area for 2 days. What changes will you see in your life? നിങ്ങളുടെ വീട്ടിൽ 2 ദിവസം ലൈറ്റ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? 2 ദിവസം മുഴുവൻ ലൈറ്റ് ഇല്ലാതെ ഇരിക്കുമ്പോൾ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളെ പറ്റി ആലോചിച്ച് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിൽ ചെന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ നിങ്ങളുടെ പോയിന്റ്സ് ഡിസ്കസ് ചെയ്യണം. Reena and Amit were amazed at the beautiful connection the people of their village had with nature. അവര് മദർ നേച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവർ പ്രകൃതിയോട് ഇണങ്ങിയാണ് ചെയ്യുന്നത്. പ്രകൃതിയിലെ സാധനങ്ങൾ എടുത്തിട്ടാണ് അവരെ വീടുണ്ടാക്കിയിരിക്കുന്നത്. പ്രകൃതിയിൽ തന്നെ നിറങ്ങൾ എടുത്തിട്ടാണ് അവർ വീട് അലങ്കരിച്ചിരിക്കുന്നത്. ഇപ്പോ ഈ വിളവെടുക്കുന്ന സമയത്ത് ദൈവത്തിനോടും പ്രകൃതിയോടും നന്ദി പറഞ്ഞുകൊണ്ട് ആഘോഷത്തോടെയാണ് അവര് ഈ ഒരു വിളവെടുപ്പൊക്കെ നടത്തുന്നത്. അതുപോലെ ആളുകൾ തമ്മിലും ഭയങ്കര സ്നേഹവും അവർ തമ്മിൽ ഒരു കണക്ഷനും ഒക്കെ ഇവർക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുകയാണ് ഇവിടെ. They started thinking about what they could do for the nature, how they could thank nature for everything. ഇത് അവർക്കൊരു പുതിയ അറിവായിരുന്നു. നേച്ചറിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. ഇതൊക്കെ നേച്ചറിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് പ്രകൃതിക്ക് അല്ലെങ്കിൽ നേച്ചറിന് എങ്ങനെ താങ്ക്ഫുൾ ആയിരിക്കാം, എങ്ങനെയാണ് നമുക്ക് ആ നന്ദി രേഖപ്പെടുത്താൻ പറ്റുക എന്ന് അവർ ആലോചിക്കുകയാണ്. Do you know, sacred groves are small patches of forest protected by local communities. The trees and wildlife within them are preserved. These are important places for the community to gather, worship, and celebrate the beauty of nature.
ഇവിടെ സേക്രഡ് ഗ്രൂവ്സ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കാവുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ചെറിയ ചെറിയ കാവുകള്. ആ കാവിനോട് ചുറ്റും കുറച്ച് കാടിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ആളുകള് നാഗത്താൻ കാവ് എന്നൊക്കെ പറഞ്ഞ് ആരാധിക്കും. അപ്പൊ ഇവിടെയാണ് സാധാരണയായിട്ട് ഉത്സവം എന്നൊക്കെ പറഞ്ഞ് ആ നാട്ടുകാര് ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുന്നത്. അപ്പൊ ഇങ്ങനത്തെ സ്ഥലങ്ങൾ, അതിലുള്ള ട്രീസും ആ സ്ഥലങ്ങളും അതൊക്കെ എപ്പോഴും ഇവര് സംരക്ഷിച്ചു പോകും. ഇങ്ങനെയുള്ള ചെറിയ ആ ഒരു കാവുകളൊക്കെ നമ്മുടെ പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്താൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. Activity 7. Talk to your elders and find out the ritual in connection to animals and plants are celebrated in your locality. A few examples are given below. നമ്മുടെ നാട്ടിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിലും ഒക്കെ ഓരോ പ്ലാന്റ്സിനോടും ആനിമൽസിനോടും ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ചില ആഘോഷങ്ങളുണ്ട്. ഇവിടെ വട്ട് പൂർണിമ, ബാനിയൻ ട്രീ, വട്ട് പൂർണിമ എന്ന് പറഞ്ഞാൽ ബാനിയൻ ട്രീ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അതിനെ പ്രാർത്ഥിക്കും ആളുകള്. ഇനി ഹരി ജിറോത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ്, പഴങ്ങളുള്ള മരങ്ങളെ പ്ലാന്റേഷൻ, അത് നട്ടുകൊണ്ട് അതിനെ പ്ലാൻ ചെയ്തുകൊണ്ട് ആഘോഷിക്കുന്ന ആഘോഷമാണ്. കാസിരംഗ എലിഫന്റ് ഫെസ്റ്റിവൽ, കാസിരംഗയിൽ നടത്തുന്ന എലിഫന്റ് ഫെസ്റ്റിവലിന് എലിഫന്റിന് അവയർനെസ് ഡ്രൈവ് ആണ്. അവരെ സംരക്ഷിക്കേണ്ടതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ആളുകൾക്ക് അറിവ് കൊടുക്കുക, അവയർനെസ് കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇനി നമുക്ക് ഓണം, പൂക്കളം, നമ്മൾ ഓണം പൂക്കളമൊക്കെ ഇട്ട് ഓണം ആഘോഷിക്കും അല്ലെ. ഓണം ഒരു പൂക്കളോട് റിലേറ്റഡ് ആയിട്ടുള്ള ആഘോഷമാണെന്ന് നമുക്ക് പറയാം. ഇനി മാട്ടുപൊങ്കൽ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമുണ്ട്. അതിൽ വേർഷിപ്പിംഗ് ആൻഡ് ഡെക്കറേറ്റിംഗ് കാറ്റിലാണ്, മൃഗങ്ങളെയൊക്കെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് മാട്ടുപൊങ്കൽ. ഇതേപോലത്തെ ആഘോഷങ്ങള് കേരളത്തിന്റെ സ്റ്റേറ്റിൽ മൊത്തമായിട്ട് ആഘോഷിക്കാത്ത, എന്നാൽ ഓരോ ഏരിയയിൽ, ഒരു ലൊക്കാലിറ്റിയിൽ, ഒരു ഗ്രാമത്തിൽ മാത്രം ആഘോഷിക്കുന്ന പോലും ആഘോഷങ്ങൾ ഉണ്ടാവാം. അപ്പൊ നിങ്ങളുടെ വീട്ടിലെ എൽഡേഴ്സിനോടൊക്കെ ചോദിച്ച് അത്തരത്തിലുള്ള ആഘോഷങ്ങളെ പറ്റി മനസ്സിലാക്കി നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു പുതിയ അറിവായിരിക്കും. നിങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. We worship many plants and animals in different parts of our country. This indicates our rich tradition of respecting and protecting nature. നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും പ്രകൃതിയെ, പ്ലാന്റ്സിനെയും ആനിമൽസിനെയും പ്രാർത്ഥിക്കുക, അവരെ വർഷിപ്പ് ചെയ്യുക, അവരെ ആരാധിക്കുന്ന ട്രഡീഷൻ ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ ഈ പ്രകൃതിയോടുള്ള കണക്ഷനും അവരോടുള്ള താങ്ക്ഫുൾനെസ്സും കാണിക്കുന്നതാണ്. Here are some ways to care for plants and animals in our surrounding. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള പ്ലാന്റ്സിനെ ആനിമൽസിനെ ഒക്കെ കെയർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. റെഡ്യൂസ് പേപ്പർ വേസ്റ്റ്, പേപ്പർ വേസ്റ്റുകളൊന്നും വലിച്ചെറിയാതിരിക്കുക. സേ നോ ടു പ്ലാസ്റ്റിക്, അതുപോലെ പ്ലാസ്റ്റിക് ഒന്നും വലിച്ചെറിയാതിരിക്കുക. സ്പ്രെഡ് അവയർനെസ് അബൌട്ട് സേവിങ് പ്ലാന്റ്സ്, വെറുതെ മരങ്ങളെയും പ്ലാന്റ്സിനെയും ഒന്നും നശിപ്പിക്കാതെ അത് സേവ് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് അത് സേവ് ചെയ്യാനുള്ള ഒരു അവയർനെസ്സും കൊടുക്കുക. അതുകൂടാതെ കീപ് ഫുഡ് ആൻഡ് വാട്ടർ ഫോർ ബേർഡ്സ്, നല്ല വേനൽക്കാലമാകുന്ന സമയത്ത് പക്ഷികൾക്കൊക്കെ വെള്ളം കിട്ടാതാകും, ഭക്ഷണം കിട്ടാതാവും. അപ്പൊ അവർക്ക് ഫുഡും വെള്ളവും ഒക്കെ കൊടുക്കുക. പ്ലാന്റ് ട്രീസ്, നിങ്ങൾക്ക് പറ്റും പോലെ ഓരോരുത്തരും മരങ്ങൾ നടുക. ഓർഗനൈസ് എ ക്ലീൻ അപ്പ് ഡ്രൈവ്, ഇത് കൂടാതെ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ ഏരിയ ഒക്കെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടായ ഒരു ശ്രമം നടത്തുക. Let us reflect. What are the things that we use from nature in our daily life? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രകൃതിയിൽ നിന്ന് എടുക്കാറുള്ളത്? ഫോർ എക്സാമ്പിൾ, ഈറ്റിംഗ്, കഴിക്കാൻ വേണ്ടി എന്തൊക്കെ എടുക്കും? ഫ്രൂട്ട്സ് എടുക്കും അല്ലേ? പിന്നെയോ നമ്മള് വെജിറ്റബിൾസ് എടുക്കും. പിന്നെയോ നമ്മള് ഗ്രെയിൻസ് എടുക്കും. ഇനിയും പല കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, കുറെ ലീവ്സ് എടുക്കും, പിന്നെ വാട്ടർ എടുക്കും, ഒക്കെ എടുക്കും. ക്ലോത്തിങ്, കോട്ടൺ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന കോട്ടൺ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന വസ്ത്രങ്ങൾ. ഇനി അതുപോലെയോ സിൽക്ക്, പിന്നെ വൂൾ ഒക്കെ നാച്ചുറൽ ആണ് അല്ലെ. ഹെൽത്ത് കെയർ, നീം, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തുളസി, പിന്നെയോ ടേമറിക്,
പിന്നെ അലോവേര നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലെ. എനി അതർ. പിന്നെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് എന്തൊക്കെയാണ് എടുക്കുന്നത്? വീടുണ്ടാക്കാനൊക്കെ മരങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള പുല്ലൊക്കെ വീടിന്റെ മുകളിലൊക്കെ മേയാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പല വസ്തുക്കളും പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കിയിട്ടുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ കെമിക്കൽസോ ഒന്നും അല്ലാണ്ട് പ്രകൃതിയിൽ നിന്നും നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് നാച്ചുറൽ തിങ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോ കാര്യത്തിനായിട്ട് നിങ്ങൾ എന്തൊക്കെ നാച്ചുറൽ തിങ്സ് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. What challenges arise when we overuse natural resources? നമ്മളിപ്പോ പ്രകൃതിയിൽ നിന്ന് പല കാര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് ഓവർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക? ഓവർ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കാം. എന്നാൽ അനാവശ്യമായിട്ട് കുറേ വെള്ളം ഉപയോഗിച്ച് കുറേ വെള്ളം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ നമ്മൾ മരങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ കൊമ്പുകളും കഷ്ണങ്ങളും ഒക്കെ എടുക്കാൻ കുറേ മരങ്ങൾ മുറിച്ചു കളഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്രകൃതിയിൽ നിന്ന് വീടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കല്ലും ഗ്രാനൈറ്റും ഒക്കെ നമ്മൾ എടുക്കാറുണ്ട്. എന്നാൽ അതൊക്കെ ഓവറായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? For example, if we overuse wood from nature, our forest deplete. കൂടുതൽ മരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോറസ്റ്റ് അല്ലെങ്കിൽ കാട് നശിച്ചു പോകും. ഇനി ഓവർ വാട്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? If we overuse water, there will be water scarcity. നമുക്ക് തന്നെ വെള്ളം കിട്ടാതാവും. അപ്പൊ നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനോ ഒട്ടുമേ വെള്ളം ഇല്ലാതാവും. Soil. If we overuse soil, it loses its ഫെർട്ടിലിറ്റി. നമ്മൾ മെയിൻ ആയിട്ട് സോയിൽ ഉപയോഗിക്കുന്നത് കൃഷി ചെയ്യാനും അതിൽ നിന്ന് ഭക്ഷ്യസാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുമാണ്. അത് ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഫെർട്ടിലിറ്റി ഒക്കെ പോയി പോകും. പിന്നെ നമ്മൾ അവിടെ എന്ത് കൃഷി ചെയ്താലും നല്ല വിളവ് കിട്ടില്ല. അപ്പൊ നമുക്ക് നല്ല ഫുഡ് ഐറ്റംസും ഉണ്ടാവില്ല. സീ പ്രൊഡക്ട്സ്, കടലിൽ നിന്നും ഇഫ് യു ഓവർ യൂസ് സീ പ്രൊഡക്ട്സ്, ഫിഷ് ആൻഡ് അതർ മറൈൻ ആനിമൽസ് ബിക്കം ഫ്യൂവർ. കൂടുതലായിട്ട് മീനിനൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ജീവികളുടെ ഒക്കെ എണ്ണം കുറഞ്ഞു പോകും. അത് പിന്നെ ഭാവിയിൽ നമുക്ക് ലഭ്യമല്ലാതാവും. എനി അതർ, എന്തൊക്കെ സാധനങ്ങളാ എടുക്കുന്നത്? വീണ്ടും നമ്മൾ എയർ ഉപയോഗിക്കുന്നുണ്ട് ശ്വസിക്കാനല്ലേ. എന്നാൽ നമ്മൾ അതിനെ ഓവറായിട്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പൊല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ നല്ല ശുദ്ധവായു കിട്ടും. നമുക്ക് ശ്വസിക്കാൻ ശുദ്ധവായു കിട്ടില്ല. പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരും. അതുപോലെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. ഇനിയും കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യാം. How can we protect the natural environment around us? വീട്ടില് നമ്മുടെ വീടിന്റെ ചുറ്റുമുള്ള നാച്ചുറൽ എൻവയോൺമെന്റ്, നമ്മുടെ ചുറ്റുഭാഗം പ്രകൃതിയൊക്കെ എങ്ങനെ സംരക്ഷിക്കാം എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് നമ്മുടെ വീട്ടില് വാട്ടർ സേവ് ചെയ്യാം. ടാപ്പൊക്കെ അടച്ചു വെക്കാം. ആവശ്യത്തിന് മാത്രം വെള്ളം യൂസ് ചെയ്യാം. അതുപോലെ സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ആൻഡ് ഫാൻസ് വെൻ നോട്ട് ഇൻ യൂസ്. ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാം. സെഗ്രിഗേറ്റ് വേസ്റ്റ് ആൻഡ് റീസൈക്കിൾ. വേസ്റ്റ് ഒക്കെ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞ് കളയാതെ ഒക്കെ കറക്റ്റ് ചെയ്ത് അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വേസ്റ്റിനൊക്കെ മാറ്റി റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതിന് റീസൈക്കിൾ ചെയ്യുക, കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിന് കമ്പോസ്റ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി അത് സ്കൂളിലാണെങ്കിലോ, സ്കൂളിൽ പ്ലാന്റ് ആൻഡ് കെയർ ഫോർ ട്രീസ്. കീപ് ദ സ്കൂൾ ക്ലീൻ, അവോയ്ഡ് യൂസിങ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. പാർക്കുകളിൽ ഡു നോട്ട് ലിറ്റർ. പാർക്കിലൊക്കെ കളിക്കാൻ പോയിട്ട് അവിടെ മിഠായി കവറും അല്ലെങ്കിൽ സ്നാക്സ് കവറും ബോട്ടിലും ഒന്നും ഇട്ടിട്ട് പോരാൻ പാടില്ല. പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. അവിടെയുള്ള പ്ലാന്റ്സിനെയും ആനിമൽസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക. യൂസ് ഡസ്റ്റ്ബിൻ. വേസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഡസ്റ്റ്ബിൻസിൽ മാത്രം കൊണ്ടിടുക. ഇനി അവർ ലൊക്കാലിറ്റി, നിങ്ങളുടെ ആ ഫുൾ ഏരിയനെ എങ്ങനെ ക്ലീൻ ആക്കി വെക്കാൻ പറ്റും? ആ എൻവയോൺമെന്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ജോയിൻ ട്രീ പ്ലാന്റേഷൻ ഡ്രൈവ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആഘോഷങ്ങളൊക്കെ വരുമ്പോഴോ ഇടയ്ക്കിടയ്ക്കൊക്കെ എല്ലാവരും ചേർന്ന് മരങ്ങൾ നട്ട് വളർത്താൻ ശ്രമിക്കുക. കീപ് റോഡ്സ് ആൻഡ് സറൗണ്ടിങ്സ് ക്ലീൻ, സേവ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി. ഡിസൈൻ യുവർ ഹെർബൽ ഗാർഡൻ. Here is a space for your herbal garden. Draw pictures of your favorite herbs in different parts of the garden and write down their names. Are there some herbs that you like less? Draw them too. ഈ തന്നിരിക്കുന്ന സ്പേസിൽ നിങ്ങളോടൊരു ഹെർബൽ ഗാർഡൻ ആണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. എന്താ ഹെർബ്സ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഹെർബ്സ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ ഇതിൽ നട്ടുപിടിപ്പിക്കണം.
ഈ തന്നിരിക്കുന്ന സ്പേസിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹെർബ്സിന്റെ ഒക്കെ ചിത്രം, ഇനി ഇഷ്ടമില്ലെങ്കിൽ പോലും ചില ഹെർബ്സ് ഒക്കെ ടേസ്റ്റ് ഒക്കെ വിയേർഡ് ആയിരിക്കും, പക്ഷെ അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഹെർബ്സ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്ലാന്റ്സിനെയും ഇവിടെ നടണം. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? അപ്പൊ നിങ്ങൾ ഇത് സ്വന്തമായിട്ട് ചെയ്യില്ലേ? നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിത്രം നോക്കാം. മിന്റ്, തുളസി, അലോവേര, കൊറിയാണ്ടർ, കറി ലീവ്സ്, ലെമൺ ഗ്രാസ്, ഇതൊക്കെ നമ്മുടെ കിച്ചണിലേക്കും നമ്മുടെ വീട്ടിലേക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഇതിന് ഡിസൈൻ ചെയ്യാം കേട്ടോ. ഗ്രോയിങ് അപ്പ് വിത്ത് നേച്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഈ ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ വായിക്കുക, മനസ്സിലാക്കുക. ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ എൽഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.